അപ്പം നമ്മൾ ഉമ്മമാൻ്റെ വീട്ടിൽ പോവാട്ടോ. ഉമ്മമാൻ്റെ വീട് മംഗലാണേ. ഉമ്മമാൻ്റെ വീട്ടിലേക്ക് ഷെസു ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത്. അപ്പോൾ പോണ വഴിക്കൊരു കടയാണ്. ഇപ്പോൾ പെശനോട് പറയാം നിർത്തി നമുക്ക് ഇവിടുന്ന് കുറച്ച് മിഠായി മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് മിഠായി മേടിച്ചു. നമ്മൾ ആ കട അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു നൊസ്റ്റ് ഫീലിംഗ് അടിച്ചിട്ട് ആ കട കണ്ടപ്പോൾ തന്നെ അങ്ങനെ അവിടുന്ന് കുറച്ച് നമ്മൾ അലർച്ചിയുള്ള കുറച്ച് മിഠായികൾ മേടിച്ചു നമുക്ക് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മേടിച്ച് വണ്ടി കെട്ടി. പിന്നെ ഷെസു പിന്നെ ഇതിമ്മ കൂടിയിരിക്കണം കേട്ടോ. അത് എരിവുള്ളതുകൊണ്ട് കുറച്ച് കഴിക്കും പിന്നെ വിടും അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഒരു മിഠായികൾ കണ്ടപ്പോൾ എൻ്റെ മാമി ഏൽപ്പിക്കുമെന്ന് പണ്ട് സ്കൂളിൽ പോകുന്ന ടൈമിൽ എനിക്ക് കൊണ്ടുവന്ന് തരുമോ പറഞ്ഞ് ഏൽപ്പിക്കുന്ന മിഠായി ആയിരുന്നു കേട്ടോ അത്. ആ തേങ്ങ മിഠായി. പിന്നെ നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പൊതിയില്ലാതെ കയറില്ലല്ലോ. അപ്പോൾ ഉപ്പച്ചി അങ്ങനെ ബേക്കറി മേടിക്കാൻ കയറിയതായിരുന്നു കേട്ടോ. എവിടെ കയറിയാലും പിന്നെ ഷെസുവിന് മിഠായി ഫസ്റ്റാണ്. അങ്ങനെ ഉപ്പച്ചി അവൾക്ക് ലേസും മേടിച്ച് കൊടുത്തു. അപ്പം അമ്മമാൻ്റെ വീട് എത്താനായി തുടങ്ങിയിട്ടുണ്ടോ. അമ്മമാൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ചുറ്റും പോയും തോടൊക്കെ ആയ കാരണം ഭയങ്കര ആ ഒരു ഫീലിംഗ് പ്രത്യേക രസം തന്നെയല്ല അത്. പിന്നെ ഇപ്പം അമ്മച്ചിയുടെ മാമന്മാർ അവിടെ പോയാൽ മീനെ വളർത്തുന്നുണ്ട് കേട്ടോ. ആ കാഴ്ചയാണ് ഇപ്പം നമ്മളീ കാണുന്നത്. സെൻട്രൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ വലക്കെട്ട് ഇങ്ങനെ വേലി വെച്ച് കെട്ടി സെറ്റാക്കിയിട്ട് പിന്നെ ഞങ്ങളവിടെ വീട്ടിലെത്തിയേക്കന്നെ നേരെ അതിൻ്റെ അവിടേക്കാട്ടോ പോയത്. ഇരുട്ടായ വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് കാണൂലല്ലോ. അപ്പോൾ അത് കാരണം വേഗം അങ്ങോട്ട് പോയി ഒരു വീഡിയോ എടുത്തിട്ടോ. എവിടെ ചെന്നാലും വണ്ടി കിട്ടി പിന്നെ ഞങ്ങൾക്ക് അത് മതി, വേറെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ. അങ്ങനെ കുറച്ച് വളയുമ്പോൾ കളിച്ച് പിന്നെ ഞങ്ങൾ ടാറ്റാ ബൈബ് പറഞ്ഞു അവിടുന്ന് പിരിഞ്ഞു കേട്ടോ. പിന്നെ നേരെ അവിടെ അടുത്ത് തന്നെ വേറെ മാമൻ്റെ വീട് കേട്ടോ, ചെറിയ മാമൻ്റെ വീടും വെച്ചിട്ട്. അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. എവിടേക്കാണ് രാത്രി കേടാട്ടി പോണുണ്ടോളെ. അപ്പം അങ്ങനെ മാമൻ്റെ വീട്ടിലും പോയി വന്ന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ നല്ല മഴയായിരുന്നു. പിന്നെ എൻ്റെ ഷെസുവിൻ്റെ ഒളിച്ചിൽ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.